നമസ്കാരം. കേരളത്തിൽ എന്തും നടക്കും, അതായത് എന്തും നടക്കും എന്നുള്ള ഒരവസ്ഥയാണിപ്പോൾ. എന്തും നടക്കും, അതായത് തീവ്രവാദത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പലതിൻ്റെയും എടുത്തു പറയാൻ കഴിയില്ല, എല്ലാത്തിൻ്റെയും, അതായത് നിയമവിരുദ്ധമായിട്ടുള്ള എന്തൊക്കെ പ്രവൃത്തികളുണ്ടോ അതിൻ്റെയും ഒക്കെ സങ്കേതമായി മാറിയിരിക്കുകയാണ് കേരളം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതൊരു വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ കലൂർ സ്റ്റേഡിയത്തിൽ തൃക്കാക്കര MLA ഉമാ തോമസ് വീണ് ഒരു അപകടമുണ്ടായി. നോക്കൂ, എത്ര ഗുരുതരമായ ഒരു വീഴ്ചയാണ് സംഘാടകർ എന്ന് പറയുന്നവന്മാർക്ക് സംഭവിച്ചിരിക്കുന്നതെന്ന്. അതായത് 15 അടിയോളം ഉയരത്തിലുള്ള ഒരു സ്ഥലത്ത് ഒരു ബാരിക്കേഡ് പോലും വെക്കാതെ, ഒരു ഉറപ്പുള്ള ഒരു സംഭവം പോലും വെക്കാതെയാണ് അവിടെ കസേര നിരത്തിയിട്ടിരുന്നത്. അവിടെ നിന്നാണ് ഉമാ തോമസ് താഴെ വീഴുന്നത്. അതിനുശേഷവും ആ പരിപാടി നടത്തി എന്നുള്ളതാണ് ശരി. ആ പരിപാടി നടത്തി, പക്ഷേ അപ്പോഴും ശാരീരികമായി അവശതയുള്ള കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉൾപ്പെടെയുള്ളവർ അതേ നിരയിലാണ് ഇരുന്നത്. 51 മീറ്ററോളം അടിയോളം നീളത്തിലുള്ള സ്റ്റേജ് ആയിരുന്നു അത് അവിടെ ഇരുന്നത്. ഈ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നമുക്കറിയാം, അദ്ദേഹം സ്ട്രോക്ക് ഒക്കെ വന്നിട്ട് അദ്ദേഹം അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. ആ മനുഷ്യൻ പോലും പിന്നീടും ഇരുന്നത് ഈ ഉമാ തോമസ് വീണതിന്റെ തൊട്ടടുത്ത കസേരയിലോ മറ്റായിരുന്നു. അദ്ദേഹം അങ്ങനെ ഒരുപക്ഷെ എണീറ്റിരുന്നെങ്കിലോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യം വിടാം, ഇത്രയും പേരുണ്ടല്ലോ, ആർക്കെങ്കിലും ചിലപ്പോൾ അതിനും ദൈവത്തിന് കണ്ണില്ലല്ലോ. മന്ത്രി സഹിചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സ്ഥലമാണ് ഈ സുരക്ഷിതത്വം ഇത്രയും കുറഞ്ഞ ഒരു സ്ഥലം. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, എനിക്ക് ഇപ്പോ വളരെ ഗുരുതരമായ വീഴ്ചയാണ് ഇതേ സംബന്ധിച്ച് പുറത്തു വരുന്നത്. പക്ഷേ ഈ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ഓണറെ ഇന്നലെ അറസ്റ്റ് ചെയ്തു, സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. സ്റ്റേജുകാരനെ പിടിച്ചു, സ്റ്റേജ് കെട്ടിക്കൊടുത്തവനെ പിടിച്ചു. ഇന്നിപ്പം റിമാൻഡ് ചെയ്യാൻ അങ്ങനെ വിട്ടിരിക്കുന്നു. റിമാൻഡ് ചെയ്തിട്ട് അവനെ കൊണ്ടുവന്ന് ചെയ്ത് കളയും. ഒന്ന് ചുമ്മാ ഇരിക്കട്ടെ. റിമാൻഡ് ചെയ്ത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇവന്റ് കമ്പനിയുടെ മോലാളിയെ വിട്ടു. കാരണം അവൻ കോടീശ്വരനാണല്ലോ. ഇവനും ഇയാളും കെട്ടിക്കൊടുത്താണ്. ഈ സ്റ്റേജ് കെട്ടിയത് അയാൾക്ക് ഉത്തരവാദിത്വം ഉണ്ട്, ഇല്ല എന്നല്ല, അയാൾക്ക് ഉത്തരവാദിത്വം. അപ്പോൾ ഈ പരിപാടിയിലെ സംഘടന ഏറ്റെടുത്ത, ഈ പരിപാടി മൊത്തത്തിൽ നടത്താൻ ഏറ്റെടുത്ത ഇവന്റ് മാനേജ്മെന്റിന്റെ മോലാളിക്ക് യാതൊരു പങ്കുമില്ല. അദ്ദേഹത്തെ ജാമ്യത്തിൽ വിട്ടു, സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. അത് മാത്രമല്ല, ഇപ്പൊ പുറത്തു വരുന്നതിനും CPM ബന്ധം ഉണ്ടെന്നൊക്കെ വേണം. അതൊക്കെ പോട്ടെ, നമുക്ക് രാഷ്ട്രീയമൊക്കെ ഈ വിഷയത്തിൽ മാറ്റിവെക്കാം. എന്നാൽ പോലും പോലീസ് വീഴ്ച സമ്മതിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷമല്ലേ അവിടെ കോളേജിൽ ഒരു കൊച്ചിയിൽ കുസാറ്റിൽ ഇതുപോലെ നടന്നു. വലിയൊരു അപകടം നടന്നിരുന്നു. അന്നും പോലീസ് പറഞ്ഞു വീഴ്ച സംഭവിച്ചു. ഇപ്പോഴും പറഞ്ഞതാണ് വീഴ്ച സംഭവിച്ചു. അതായത് വീഴ്ച സംഭവിച്ചു. എല്ലാം നടന്നതിന് ശേഷം ഒരുത്തന്റെ തലവെട്ടി കളഞ്ഞിട്ട് സോറി എന്ന് പറഞ്ഞതിൽ കാര്യമുണ്ടോ? പിന്നെ എന്തിനാണ് അല്ല ഈ പറയുന്ന കണക്ക്? അല്ല, അവിടെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. കുസാറ്റിൽ സംഭവം നടന്ന് ഇത്രയും വലിയൊരു വളരെ ഗുരുതരമായ ഒരു അപകടമാണ് അവിടെ നടന്നത്. ഒരൊറ്റ ഗേറ്റ് മാത്രം വെച്ചിട്ട് ഇത്രയും ആൾക്കാർ അതിനകത്ത് കയറ്റിയപ്പോൾ ഈ പോലീസ് എവിടെ പോയിരുന്നു? അന്ന് ഈ പോലീസിനെതിരായിട്ട് ഒരുപാട് ആരോപണം ഉയർന്നതാണ്. പോലീസ് അവസാനം ഈ പറയും പോലെ ഞങ്ങൾക്ക് വീഴ്ച പറ്റി, ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പോലീസ് പറയുകയും ചെയ്തു. പക്ഷെ ഇവിടെയും പോലീസ് അത് തന്നെ പറയുന്നു എന്ന് പറയുമ്പോൾ, ഈ നേരത്തെ സുമേഷ് പറഞ്ഞതുപോലെ ഒരു സംഭവം നടന്ന് 1-2 പേര് മരിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് വീഴ്ച പറ്റി എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഞാൻ ചോദിച്ചോട്ടെ, അല്ല എന്തിനാണ് പിന്നെ ഈ പോലീസ് നിൽക്കുന്നത്? അവിടെ ഒരു സംഭവം, കുറെ ആൾക്കാർ കൂടുന്ന ഒരു പരിപാടിയിൽ ഒരു 10-9 പോലീസുകാർ അവിടെ എവിടെയൊക്കെ പോസ്റ്റ് ചെയ്ത് അവരെല്ലാം ഡ്യൂട്ടി അവിടെ കൊടുത്തിട്ട് ഇവിടെ എല്ലാം ഇത് വെച്ച് വിളിച്ചുകൊണ്ടിരുന്ന പോലീസിന്റെ ആവോ? പോലീസ് ആദ്യം ഇത്രയും ആൾക്കാരെ ഇതിനകത്ത് കൊള്ളുമോ? അവിടെ ഈ പറയുന്ന ഇത്രയും സുരക്ഷിതമോ അവിടെ ഉണ്ടാവുമോ? ഒരുപക്ഷെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ പോലീസ് ശ്രദ്ധിക്കേണ്ടത്. പോലീസിന് അതിലും വലിയ ഡ്യൂട്ടികൾ ഇവിടെ ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. കാരണം ഇവിടുത്തെ കോഹിനൂർ രത്നത്തെക്കാളും വിലപിടിപ്പുള്ള 10 മടങ്ങ് 100 മടങ്ങ് വിലപിടിപ്പുള്ള ഒരു വസ്തു കേരളത്തിലുണ്ട്. ശ്രീ പിണറായി വിജയൻ സാർ. അദ്ദേഹത്തിന്റെ ഒന്ന് കാത്തു സൂക്ഷിക്കാൻ തന്നെ ഒരുപാട് പോലീസുകാർ വേണം. അതുപോലെ തന്നെയാണ് പാർട്ടിയുടെയും ഈ നേതാക്കന്മാരുടെയും ഒക്കെ നിർദ്ദേശാനുസരണം ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങളെ വേട്ടയാടാൻ വേണം കുറേ എണ്ണം. ഞങ്ങൾ തന്നെ കണ്ടതാണ്. ഈ DNA ന്യൂസിന്റെ ഓഫീസിൽ 7-8 പോലീസുകാരാണ് 4.25 മണിക്കൂറോളം റെയ്ഡ് നടത്തിയത്. ഈ 4.25 മണിക്കൂർ വന്നിരുന്നിട്ട് ഇവിടെ എന്താണ് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞത്? ഒന്ന് പോയിട്ട് ഇവർക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു ഇല്ലേ? അപ്പൊ അതാണ് കേരളത്തിലെ പോലീസിന്റെ സ്ഥിതി. അപ്പൊ പോലീസിന് ഈ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ കൊടുത്തോ? ഇനി അഥവാ എന്തെങ്കിലും പേര്, കാരണം ഭരണപക്ഷ MLA ആയിരുന്നെങ്കിൽ ഇതൊന്നുമല്ല സംഭവിക്കുന്നത്. ഇതിപ്പം പ്രതിപക്ഷ MLA ആണ്.
അതുകൊണ്ട് അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. അല്ല, ഇവിടെ അറസ്റ്റ് ചെയ്യേണ്ടത് പോലീസ്, അവിടുത്തെ പോലീസ് മേധാവികളെയാണ്, പോലീസിന്റെ ചുമതലക്കാരെയാണ് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ എക്സൈസ് അല്ല അവിടുത്തെ ഫയർഫോഴ്സ് അധികാരികളെയാണ്. കാരണം ഫയർഫോഴ്സ് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു പരിപാടി നടക്കുമ്പോൾ അവിടെ ഒരു 3-4 ഫയർ എഞ്ചിൻ കൊണ്ടിട്ടിട്ട് ഏത് സമയത്തും എന്തെങ്കിലും തീ കത്തി കഴിഞ്ഞാൽ വെള്ളം ചീറ്റാൻ വേണ്ടി മാത്രമുള്ള ഒരു സാധനം അല്ല ഫയർഫോഴ്സ് എന്ന് പറയുന്നത്. ഫയർഫോഴ്സ് എന്ന് പറയുന്ന അവിടുത്തെ ഈ പറയുന്ന ഇത്രയും 10,000-കണക്കിന് പേര് പങ്കെടുക്കുന്ന ഒരു പരിപാടി, അത് കാണാൻ വേണ്ടി അതിനേക്കാളും 10,000 വരുന്ന ഒരു പരിപാടി, ഇത്രയധികം ആൾക്കാർ കൂടുന്ന ഒരു സ്ഥലത്ത് എങ്ങനെയാണ് അവിടെ സുരക്ഷിതം, സ്റ്റേജ് എങ്ങനെ കെട്ടിയിരിക്കുന്നു, ബാരിക്കേഡ് എങ്ങനെ കെട്ടിയിരിക്കുന്നു, അതിന് ബലമുണ്ടോ എന്നൊക്കെ വളരെ നേരത്തെ പരിശോധിക്കാനുള്ള ചുമതലപ്പെട്ടവരാണ്, അധികാരമുള്ളവരാണ്. അവരെ ചെയ്യേണ്ടത് അവരുടെ ചുമതലയാണ്, കർമ്മമാണ് ഈ പിന്നെ ഫയർഫോഴ്സിന്റെ. അല്ലാതെ ഫയർ എഞ്ചിനും കൊണ്ടുവന്ന് പിന്നെ പരിപാടി നടക്കുന്നതിന്റെ അവിടെ ഇവിടെ 2-3 എഞ്ചിനും കൊണ്ടിട്ടിട്ട് കാത്തിരിക്കുക എന്നുള്ള എല്ലാ ഒരു ഫയർഫോഴ്സിന്റെ ജോലി. അപ്പൊ അതവർ ചെയ്തിട്ടില്ല. ഈ ഉമാ തോമസ് വീണ ബാരിക്കേഡ് അല്ലെങ്കിൽ കൈവരിക്ക്, ബാരിക്കേഡ് അല്ല സ്റ്റേജിന്റെ കൈവരി, അതിന് ബാരിക്കേഡ് എന്ന് പറയാം, ആ കൈവരിയിൽ കെട്ടിയിരുന്നത് റിബണാണ്. ഇവര് പെട്ടെന്ന് അതൊരു പിന്നെ കൈവരി കെട്ടിയിരിക്കുന്ന ഒരു തടിയാണ്, കമ്പാണെന്നുള്ള തരത്തിലാണ് റിബണിൽ കയറി പിടിച്ചത്. അതായത് നില തെറ്റുമ്പോൾ ചേട്ടാ ഇനിയിപ്പോ കച്ചിത്തുരുമ്പായിരുന്നാലും നമ്മൾ പിടിക്കും. പക്ഷെ റിബണാണെന്ന് അപ്പം മനസ്സിലാക്കി വരൂല നമ്മളെ. അത് നമ്മൾ പെട്ടെന്ന് അതൊരു കമ്പാണ്, ഒരു തടിയാണ്, നമ്മളെ താങ്ങി നിർത്തുന്ന തരത്തിലാണ് നമ്മൾ കയറി പിടിക്കുന്നത്. പിടിച്ചപ്പോൾ അതൊരു റിബണാണ്. ആ റിബൺ പെട്ടെന്ന് മുമ്പോട്ടങ്ങ് വലിഞ്ഞു, ഇവരെ നിലതെറ്റിപ്പോ അവരും താഴെ പോയി. ഇതാണ് സംഭവിച്ചത്. അപ്പൊ ഇതൊന്നും നേരത്തെ എന്തുകൊണ്ട് അവിടെ ഒരു മന്ത്രി ഇരിക്കുന്ന സ്റ്റേജ് ആണെന്ന് ആലോചിക്കാം. ഇതൊക്കെ മാറ്റി വയ്ക്കാം. ഇനി പിണറായി വിജയൻ സാറ് പങ്കെടുത്ത ഒരു പരിപാടിയാണെങ്കിലും അവിടെ കേരളത്തിലെ ജനങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പിണറായി വിജയൻ സാർ പങ്കെടുക്കുന്ന ഒരു പരിപാടി ആണെങ്കിൽ അവിടെ എന്തായിരിക്കുമായിരുന്നു അവിടുത്തെ അവസ്ഥ? അവർക്ക് അവിടെ നടക്കുമായിരുന്നു? അവിടെ എങ്ങനെയാണോ സുരക്ഷ? അല്ല, പിണറായി വിജയൻ മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൂടെയുള്ള മന്ത്രിസഭയിലെ ഒരു മന്ത്രി അവിടെ ഇരിക്കുകയല്ലേ, അയാൾക്കും ആ ഒരു വെയിറ്റ് കൊടുക്കണ്ടേ, ആ ഒരു സ്ഥാനം കൊടുക്കണ്ടേ? ആ മന്ത്രി വന്നിരിക്കുന്ന ഒരു സ്റ്റേജ് ഇങ്ങനെയാണോ കെട്ടേണ്ടത്? പിണറായി വിജയൻ പങ്കെടുക്കുന്നിടത്ത് കുറച്ചും കൂടെ പോലീസിനെ ഓടിച്ച് പോലീസിനെ കാണിച്ചു ഒക്കെ പോലീസ് പട്ടിയെ കൊണ്ടുവന്നിട്ട് ഒന്ന് ശ്രദ്ധിക്കും. പക്ഷെ എങ്കിലും സുരക്ഷിതത്വം എന്ന് പറയുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഇത് കൂടുതൽ എടുക്കും, സ്വാഭാവികം കൂടുതൽ ഒരു സുരക്ഷിത ജാഗ്രതയൊക്കെ എടുക്കും. പക്ഷെ അവിടെ ഒരു മന്ത്രി ഇരിക്കുകയല്ലേ, മന്ത്രി ആരും ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ മന്ത്രിയല്ലേ. ആ മന്ത്രി ഇരിക്കുന്നിടത്ത് എന്ത് സുരക്ഷിതം കൊടുത്തു? ഒരു വലിയ വന്യവയോധികനായ ഒരു വലിയൊരു കലാകാരൻ, ഈ പറയുന്ന കൈതപ്രം, എന്ത് സുരക്ഷിതം കൊടുത്തു? ഇതൊക്കെ പോലീസും പിന്നെ ഫയർഫോഴ്സും അവരുടെ ചുമതലകൾ കൃത്യമായിട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. ഇവന്റ് മാനേജ്മെന്റ് എല്ലാം കൃത്യം മുട്ട് പറച്ചുകൊണ്ട് ചെയ്യേണ്ടത് ചെയ്യും. കാരണം അവരൊക്കെ ചെയ്യേണ്ട പിന്നെ ചുമതല ഇന്നാണ്, നിങ്ങൾ ഇന്നാണ് ചെയ്തിരിക്കണമെന്ന് കൃത്യമാണ്. അതാണ് നമ്മുടെ മറ്റ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ഇത്തരം കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. എന്തുകൊണ്ടാണ്? അവിടുത്തെ പോലീസും ഗവൺമെന്റ് അവിടുത്തെ ഗതാഗത സംവിധാനങ്ങളും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ പലരും പോയിട്ടുള്ളതാണല്ലോ. പേടിയുണ്ടെന്നേ, അധികാരിവർഗത്തിന് പേടിയുണ്ട്, പോലീസിന് പേടിയുണ്ട്. അവർ മാന്യമായിട്ടാണ് പെരുമാറുന്നത്. പോലീസ് ആരുടെയെങ്കിലും അനാവശ്യമായിട്ട് പെരുമാറുമോ? വളരെ മാന്യമായിട്ടാണ് പെരുമാറുന്നത്. പക്ഷേ അവര് പറയുന്ന ചില നിർദ്ദേശങ്ങളുണ്ടോ, അത് കട്ടൻട്രി ആയിരിക്കും. അത് ചെയ്യണം, ഇനി ഏവനായിരുന്നാലും അത് ചെയ്തിരിക്കണം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കൈക്കൂലി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഇപ്പൊ കൈക്കൂലിയുടെ ആവശ്യമൊന്നുമില്ല. ഈ പോലീസുകാരിൽ പലരും കൈക്കൂലി നിന്ന് വാങ്ങിക്കുന്നവരല്ല. പക്ഷെ അവരെ ഈ ഊച്ചാളി CPM-മാരുണ്ടല്ലോ, അതായത് ഈ ആനയും പേടിക്കണം, ആന പിണ്ടത്തിനെയും പേടിക്കണം, ഇനി എന്ന് പറയുന്ന പണ്ടത്തെ ജോലി. അപ്പൊ ആനയുടെ മൂത്രത്തിനെയും പേടിക്കണം എന്നുള്ള ഒരു അവസ്ഥയെത്തി. അതായത് ഇപ്പം മുകളിലോട്ടുള്ളവന്മാരെ പേടിക്കണം, അതോടൊപ്പം തന്നെയാണ് ബ്രാഞ്ചിൽ താഴെ അറ്റം കീഴേ കിടക്കുന്ന ഒരുത്തനെ വരെ പേടിക്കണം. CPM സാർ എന്ത് ചെയ്യുന്നു? ഞാൻ IPS ഉദ്യോഗസ്ഥനാണ്. IPS ഉദ്യോഗസ്ഥൻ, ഓക്കെ. സാർ എന്ത് ചെയ്യുന്നു? ഞാൻ CPM-കാരനാണ്. സാർ CPM-കാരനാണല്ലേ. ആ അവസ്ഥയിലേക്ക് കേരളം എത്തിയിരിക്കുകയാണ്. കാരണം ഒരു IPS-ഓ IAS ഉദ്യോഗസ്ഥനേക്കാളും പവറാണ് ഒരു CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിക്കോ അല്ലെങ്കിൽ ഏരിയ സെക്രട്ടറിയോ ഒക്കെ ഉള്ളത്. കാരണം അവരൊക്കെ, നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക്, ഇവിടെ ഈ പറയുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ പോലെ ഇവന്മാരുടെയൊക്കെ മുമ്പിൽ ചെന്ന് മുട്ടിടിച്ച് നിൽക്കുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും കാണുന്നുണ്ടല്ലോ. അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ ഈ പല സ്ഥലങ്ങളിലും ഈ പറയുന്ന പോലീസ് പ്രവർത്തിക്കുന്നത് ഈ പറയുന്ന പിണറായി വിജയനോ P ശശിയോ ഒന്നും ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. അവർക്ക് ചിന്തിക്കാനും ചെയ്യാനൊക്കെ അവർക്ക് വേറെ വലിയ വലിയ കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ താഴേക്കിടയിലുള്ള ഈ ഊച്ചാളി എന്ന് നമ്മൾ പറയാൻ പറ്റും, ചട്ടമ്പി, കവല ചട്ടമ്പി എന്നൊക്കെ പറയുന്ന താഴേക്കിടയിലുള്ള നേതാക്കന്മാരുണ്ടല്ലോ, ഈ പ്രാദേശിക ഊത്തന്മാർ, അവരുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് പ്രവർത്തിക്കുന്നത്. പക്ഷേ പഴി ആർക്കാണ്? പിണറായി വിജയനും P ശശിക്കും ഒക്കെയാണ്. കാരണം അവർക്ക് സാധാരണ ഇങ്ങ് താഴെ ഏറ്റത് ഇവരത് അറിയുന്നും കൂടി ഉണ്ടാവില്ല.
അത് മാത്രമല്ല ഇതിൽ ഒരുപാട് കോടിക്കണക്കിന് രൂപ ഈ ഒരു ഇവന്റിന്റെ പേരിൽ പിരിച്ചെടുത്തു എന്നാണ് പറയുന്നത്. അതെ, അത് കോടിക്കണക്കിനെന്ന് വെച്ചാല് ഒരു ആളിൽ നിന്ന് 12,000 പേരാണ് നർത്തകരായിട്ട് വരുന്നത്. ഈ 12,000 പേരിൽ നിന്നും ഒരാളിൽ നിന്നും 5,000 മുതൽ 8,000 രൂപ വാങ്ങിച്ചിട്ടുണ്ട് ഓരോരുത്തരും. അപ്പൊ അതില് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നും പറഞ്ഞാണ്. അതായത് ഗിന്നസ് പിന്നെ വേൾഡ് റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും കിട്ടും. ഇതിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റിന്റെ പേരിലാണ് എല്ലാവരും പൈസ കൊടുക്കുന്നത്. എന്നിട്ട് ഈ പൈസ എല്ലാം കൂടെ തന്നെ ഈ രജിസ്ട്രേഷനിൽ മാത്രം, അതായത് പങ്കെടുത്ത കലാകാരന്മാരുടെ രജിസ്ട്രേഷനിൽ മാത്രം 6 കോടി രൂപ പിരിച്ചിട്ടുണ്ട് അവർ. 6 കോടി രൂപ അവർ കിട്ടി. കാരണം ഈ 5,000 രൂപ 8,000 രൂപ വെച്ചിട്ട് ഓരോരുത്തരും വാങ്ങിച്ചത് 6 കോടി രൂപ അവർ കിട്ടി. അത് കഴിഞ്ഞിട്ട് സ്പോൺസർമാരുണ്ട്. അതായത് കല്യാൺ ജുവലേഴ്സും അവരൊക്കെ സ്പോൺസറാണ്. അപ്പൊ അവര് സ്പോൺസർ ചെയ്യണം. അവർ 12,000 പട്ട് സാരികൾ ഇതിനു വേണ്ടി പ്രത്യേകം നെയ്തു എന്നാണ് പ്രചരണം നടത്തിയത്. കള്ളമാണ്. അതായത് അവിടുത്തെ നർത്തകർ വരുന്നത്, അവർ പങ്കെടുത്ത നർത്തകർ പറയുന്നുണ്ട് വെറും കോട്ടൺ സാരിയാണ് കൊടുത്തത്. ഇതിനകത്ത് ഈ പട്ടുസാരിയിൽ ഈ പറയുന്ന വേൾഡ് റെക്കോർഡ് നടത്തുന്ന ഈ പരിപാടിയുടെ ലോഗോ പ്രിന്റ് ചെയ്യും. ആ പ്രിന്റ് ചെയ്ത പട്ടുസാരി ആയിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നതെന്നാണ് നേരത്തെ അവർ പറഞ്ഞത്. അങ്ങനെ പട്ടുസാരിക്ക് 1,600 രൂപയും മറ്റേതിന് 4,500 രൂപ, അങ്ങനെ ഏകദേശം 6,000-ഓളം രൂപ അല്ലെങ്കിൽ 8,000 രൂപയാണ് ഇവർ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ പറയുന്ന ദിവ്യ ഉണ്ണിക്കോ അങ്ങനെ 1-2 പേർക്ക് മാത്രമാണ് ഈ പട്ടുസാരി കൊടുത്തത്. 12,500 പട്ടുസാരി നെയ്തു, പ്രത്യേകിച്ച് കല്യാൺ ജുവലേഴ്സ് നെയ്തു എന്നാണ് ഇവർ പ്രചരണം നടത്തിയത്. ഇപ്പോൾ കല്യാൺ ജുവലേഴ്സിന്റെ ഒരു പ്രൊമോഷനും കൂടെ ആവും അങ്ങനെ തരത്തില്. അതുകൊണ്ട് നിങ്ങൾക്ക് പുറത്ത് ഈ സാരി കിട്ടില്ല. ഈ ലോഗോ പ്രിന്റ് ചെയ്ത സാരി നിങ്ങൾക്ക് ഇവിടെ മാത്രമേ കിട്ടൂ. ഇനി വെളിയിൽ കടകളിലൊന്നും ഈ കല്യാൺ ജുവലേഴ്സിനെ പോലും കിട്ടില്ല. ഇതിന് പങ്കെടുക്കുന്നവർക്ക് മാത്രം തരുന്നതാണ്. നിങ്ങൾക്കിത് പൊതുസമൂഹത്തിൽ പിന്നീട് ഉടുത്ത് ഗമയിൽ നടക്കാൻ കാരണം ഇതിന്റെ ലോഗോ ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ പെണ്ണുങ്ങളല്ലേ, അവര് ഈ കലാകാരികൾ, അവരൊക്കെ ഇത് സർട്ടിഫിക്കറ്റ് കിട്ടും. ഈ ഒരു ഇതില് സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ചുകൊണ്ട് എനിക്ക് ഗിന്നസ് കിട്ടിയെന്നും പറഞ്ഞ് ഫേസ്ബുക്കിൽ പടം ഇടാനോ. അപ്പൊ അതുകൊണ്ട് അതാണ് സത്യം, അതാണ് സത്യം. അങ്ങനെയാണ് ഇവരെല്ലാം ഈ ചേർന്നത്. പക്ഷേ സംഭവം ഇതെല്ലാം കബളിപ്പിക്കലായിരുന്നു. മാത്രമല്ല ഈ പിന്നീട് അറിയുന്നത് ഇതിനകത്ത് ഒരു പിന്നെ അരവിന്ദ് അങ്ങനെ എന്തോ ഒരു പേരുള്ള ഒരു ചെറുപ്പക്കാരൻ ഇതിനകത്തൊരു ചില കള്ളങ്ങൾ കണ്ടുപിടിച്ചു. തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, അതായത് അയാളുടെ ഒരു കൂട്ടുകാരൻ ഭരതനാട്യം കളിക്കുന്ന ഒരു പയ്യന് ഇതിനകത്ത് പങ്കെടുക്കണമെന്നുണ്ട്. അപ്പോൾ അവരായിട്ട് ബന്ധപ്പെട്ടപ്പോഴേ അവരുടെ പെരുമാറ്റത്തിലെ ചെറിയ പ്രശ്നം തോന്നി അവന്. എങ്കിലും അവൻ സംസാരിച്ചോ പറഞ്ഞു ശരി നിങ്ങൾക്ക് പിന്നെ 5,000 രൂപ വേണം എന്ന് പറഞ്ഞു. ശരി 5,000 രൂപ അയച്ചു തരാം, നിങ്ങളുടെ പിന്നെ GPay ID ഏതാണോ ID എന്താണോ ID തന്നാൽ മതി, പൈസ അയച്ചു തരാമെന്ന് പറഞ്ഞു. ഇല്ല, അത് GPayയിൽ ഞങ്ങൾ വാങ്ങിക്കില്ല, നിങ്ങൾ ഡയറക്റ്റ് പൈസ തരണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഒരു സംശയം വന്നു. കാരണം GPayയിൽ വന്നു കഴിഞ്ഞാൽ അത് GST തെളിവാകും, GST കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത്രയും പേരിൽ നിന്ന് 12,500 പേരിൽ നിന്ന് 5,000 രൂപ വെച്ചിട്ട് 12,000 പേരിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കോടി, ഈ പറഞ്ഞ 6,000 കോടി വരും. ഈ 6,000 കോടി GPay വഴിയാണെങ്കിൽ അതിന്റെ GST കൊടുക്കേണ്ടി വരും. അപ്പൊ GSTയെ പറ്റിക്കുക എന്നുള്ളത് തുടക്കത്തിൽ നിന്ന് അവൻ കണ്ടുപിടിച്ചു. അങ്ങനെ അവൻ അതിന് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഗിന്നസുകാരുമായിട്ട് ബന്ധപ്പെട്ടു. ഈ ഇത്രയും പേർക്ക് 12,000 പേർക്ക് എങ്ങനെ കൊടുക്കും എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കുറച്ച് പേർക്ക് കൊടുക്കും, അത്രേ പറ്റുള്ളൂ, 12,000 പേർക്കൊന്നും ഗിന്നസ് ബുക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല, അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് മനസ്സിലായി ബാക്കിയെല്ലാം വ്യാജ സർട്ടിഫിക്കറ്റ് ആയിരിക്കും, വളരെ കുറച്ച് പേർക്ക് മാത്രമായിരിക്കും ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്. അപ്പോൾ അതും പറ്റിപ്പാണെന്ന് മനസ്സിലായി. പിന്നെ ഇവർ പട്ടുസാരിയുടെ കാര്യം അന്വേഷിച്ചപ്പോൾ അതും സംഭവിച്ച ഇതാണ്. ഇവർ പട്ടുസാരി ഒന്നും ഈ 12,000 ഒന്നും കല്യാണിൽ നെയ്തിട്ടൊന്നുമില്ല. അതും അപ്പോൾ ഇതെല്ലാം പോലീസിൽ വിവരം കൊടുക്കുന്നു നേരത്തെ. ഈ ചെറുപ്പക്കാരൻ നേരത്തെ പോലീസിൽ വിവരം കൊടുക്കുന്നു. പിന്നെ അതുപോലെ തന്നെ GST അധികാരികളെ അറിയിച്ചു, നിങ്ങളുടെ GSTക്കാരെ പറ്റിക്കുകയാണ്, ഇത്ര കോടി രൂപ ഇവിടെ 10-20 കോടി രൂപയുടെ ഒരു വരമാണ് വരുന്നത്, വലിയ പണം സാമ്പത്തിക സ്രോതസ്സാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്, GST ഇതിന് എത്ര കോടി കിട്ടും, നിങ്ങളെ പറ്റിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ GST ഉദ്യോഗസ്ഥന്മാർ മൈൻഡ് ചെയ്തില്ല. കാരണം അവർക്കും ഇതിനകത്ത് എല്ലാം കമ്മീഷൻ കിട്ടുന്നതാണല്ലോ. ഇത് ഇപ്പൊ ഇവരെല്ലാം പറഞ്ഞു പോലീസിന് നേരത്തെ വിവരം കൊടുത്തു, എക്സൈസ് ഈ ഫയർഫോഴ്സുകാർക്ക് ഇവിടുത്തെ സംവിധാനം സുരക്ഷിതമല്ല എന്ന് പറഞ്ഞ് കൊടുത്തു, ഒന്നും മൈൻഡ് ചെയ്തില്ല എന്നേ. എന്നിട്ട് ഇപ്പൊ ഈ ഇവൻ മാനവനെതിരായിട്ടും സ്റ്റേജ് കെട്ടിനെതിരായിട്ടും കേസെടുക്കുമ്പോൾ കേരളത്തിലെ ജനത്തിന് കണ്ണിൽ പൊടിയിടുക എന്നത് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്ന ഈ പിന്നെ ഉമാ തോമസ് വീണ് പരിക്കേറ്റതിന്റെ ഉത്തരവാദി ഇവിടത്തെ പോലീസും ഫയർഫോഴ്സും അതുപോലെ അവിടുത്തെ പിന്നെ കോർപ്പറേഷനും, അതായത് കൊച്ചി കോർപ്പറേഷനേക്കാളും മുകളിലൊരു സാധനമുണ്ട്, വിശാല കൊച്ചി അതോറിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, മറ്റേ ചന്ദ്രൻപിള്ളയുടെ നേതൃത്വത്തിൽ. അവരൊക്കെ അതിന് ഉത്തരവാദി. ഇവരെല്ലാം ഇതിന് കാശ് വാങ്ങിച്ചിട്ടുണ്ട്. ഇവന്മാരെല്ലാം കാശ് വാങ്ങിച്ചിട്ട് ഇതൊന്നും സുരക്ഷിതമാണോ എന്ന് നോക്കിയില്ല. മനുഷ്യന്റെ സുരക്ഷ. എന്റെ സംശയം അതല്ല,
ഈ വീഴ്ച ഉമാ തോമസിന് സംഭവിച്ച ഒരു അപകടം ഒരു CPM നേതാവിനാണ് അല്ലെങ്കിൽ ഒരു MLA-ക്കോ ഒരു മന്ത്രിക്കോ ആണ് സംഭവിച്ചിരുന്നെങ്കിൽ ഈ കമ്മിക്കൂട്ടങ്ങൾ ആ കൊച്ചിയെ ബാക്കി വെച്ചേക്കൂ. അവിടെ ആ സംഭവത്തിനെ കത്തിച്ചനെ, ഈ കൊച്ചി അവന്മാര് ബാക്കി വെക്കൂ. അല്ല ആ സംഭവം കത്തിച്ചനെ. എന്നിട്ട് ഒരു നിസ്സാരവൽക്കരിച്ച് കളയാണ് പലരും സൈബർ ആക്രമണങ്ങൾ നടത്തുന്നതാണ്. അതാണ് പറഞ്ഞത് ഇവന്മാരെ കാട്ടാളന്മാരെന്നും. ഒന്നും കൂടെ പറയാം, അതുകൂടെ പറയാം. സൈബർ ആക്രമണം പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വന്നത്, ഇത്രയൊക്കെ ആയിട്ടും ഈ ഉമാ തോമസ് വീണതിനെ സൈബർ ആക്രമണം വന്നു. അതായത് എന്തിനിത്തരം ധൃതി, പതുക്കെ കൊണ്ടുപോയാൽ പോരെ, എന്തിനാ ആംബുലൻസ് പിടിക്കുന്നു? അവര് ആരെ നോക്കി ഇളിച്ചുകൊണ്ട് നടന്നുകൊണ്ടല്ലേ വീണത്. അല്ല, ഈ പട്ടികളെ, ഈ വേട്ടപ്പട്ടികളെ കുറിച്ച് നമ്മൾ അതന്നെ, അതുകൊണ്ടാണ് ഈ വേട്ടപ്പട്ടികളെ കുറിച്ച് ഇവന്മാരെ വേട്ടപ്പട്ടികളെന്നും കാട്ടാളന്മാരെന്നും നമുക്ക് ഒരുവിധം നമുക്ക് പൊതുജനത്തിന് മുന്നിൽ പറയാൻ പറ്റുന്ന ഇത്തരം ഭാഷകൾ ഉപയോഗിച്ച് ഇവന്മാരെ സംബോധന ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ എഴുതിയവന്മാരെ ഞാൻ എൻ്റെ വീട്ടിൽ പോലും കേട്ടില്ല കേട്ടോ. എനിക്ക് പരിചയമുള്ളവന്മാരാണ് പലരും. ഈ പട്ടികളെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെ കാണുമ്പോൾ ഞാൻ ചിന്തിക്കും, എന്തെന്നറിയാമോ, ഇവനൊക്കെ മക്കളില്ലേ, ഇവന്റെയൊക്കെ മക്കൾക്കാണ് പറ്റിയത്. ആരേന്നോ ആയിക്കോട്ടെ, പാർട്ടിയിലേന്നോ മറ്റേതെങ്കിലും പാർട്ടിയിലേന്നോ ആവുമ്പോ അപ്പോഴേ ഇരുന്ന് വാങ്ങിയാണ്. നമുക്ക് അങ്ങനെ ഒരു എത്ര ശത്രു ആയിരുന്നാലും ഒരു മനുഷ്യ ജീവിക്കോ അല്ലെങ്കിൽ ഒരു മൃഗം ആവട്ടെ, ഒരു തെരുവ് നായ്ക്ക് പോലെ ഒരു എന്തെങ്കിലും വന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. ഈ പെരിയ മറ്റേ കൃപേഷിന്റെ ശരത്തിലല്ലേ, എന്നിട്ട് രണ്ടെണ്ണം ഇവിടെ മരിച്ചല്ലോ. എന്താണ് വെഞ്ഞാറമൂട് ഇരട്ടക്കൊല, അത് കോൺഗ്രസ്സുകാരുടെ തലയെ കെട്ടി വയ്ക്കാൻ നല്ല രീതിയിൽ നോക്കി. ഇപ്പോൾ എന്നിട്ട് എന്തായി? ഇവന്മാരാണ് ഇരുന്ന് വാങ്ങുന്നത്. കാരണം ഇവന്മാർ ചെന്നിട്ട് ഞാൻ മുമ്പ് പലപ്പോഴും പറയാറുള്ളത് പോലെ കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകത്തിന് ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഓരോ രാഷ്ട്രീയ കൊലപാതകങ്ങളും, അതായത് മറ്റ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ കൊല്ലപ്പെടുന്നതിന് തൊട്ട് മുമ്പ് അതിന് ശേഷമായിരിക്കും ഒരു CPM-കാരൻ കൊല്ലപ്പെടുന്നത്. കാരണം ഇവരങ്ങോട്ട് ചെന്ന് ചൊറിയുമ്പോഴാണ് അവന്മാർ തിരിച്ച് പ്രാണരക്ഷാർത്ഥോ അല്ലെങ്കിൽ അവന്മാർ അതിന് പകരം വീട്ടാനെന്ന വണ്ണം മറ്റുള്ളവർ ചെയ്യുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും ആവർത്തിച്ച് ഏത് കൊല നടന്നാലും അതിനകത്ത് ഒരു സൈഡിൽ CPM ഉണ്ടാവും. അതല്ലേ പറഞ്ഞ ഏറ്റവും കൂടുതൽ ചത്തതും കൊന്നതും CPM-കാരാണ്. കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലായോ? അപ്പോൾ അതായത് അവരുടെ യോഗ്യത ഒരു കൊലക്കേസിലെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി വരെ ആകാം എന്ന് തെളിയിച്ച് കൊടുത്ത ഒരു നാടും കൂടിയാണ് നമ്മുടേത്. അപ്പോൾ ഇതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിയന്ത്രണം വിട്ടുപോകും. പലപ്പോഴും നിയന്ത്രണം വിട്ടുപോകും. ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, ഈ ഒരു നശിച്ച പ്രസ്ഥാനം ഏതൊരു നാട്ടിൽ നിലനിൽക്കുന്നോ ആ നാടിനത് നാശമാണ്. അതായത് ഫിൻലാൻഡും പോളണ്ടും അതുപോലെ പല രാജ്യങ്ങളും, റൊമാനിയയും ഓർമ്മ വരുന്നില്ല, വെസ്റ്റ് ജർമ്മനി ഉൾപ്പെടെയുള്ള, റഷ്യ ഒക്കെ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിൽ നിന്നും തൂത്തെറിഞ്ഞു. റഷ്യയിലൊക്കെ ഇവരുടെ മറ്റേ വലിയ അപ്പനുണ്ടല്ലോ ലെനിൻ, അയാളുടെയൊക്കെ പ്രതിമ ചവിട്ടി താഴെയിട്ട് അതിൽ മലമൂത്ര വിസർജനം ചെയ്തു ജനങ്ങൾ, കലി അടങ്ങാതെ. അപ്പോൾ അത് മരിച്ചതിന് ശേഷം ഇവരൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ ഈ ജനങ്ങൾ ഇപ്പോൾ അവരെന്ത് ചെയ്യുമായിരുന്നു ഇല്ലേ? ഇപ്പോഴും നമ്മൾ പറയുന്നത് അത് തന്നെയാണ്. കാരണം ആ നാട്ടിൽ നിന്നൊക്കെ ഇവന്മാരെ ചവിട്ടി പുറത്താക്കിയതിന് ശേഷമാണ് അവിടെ ആ നാടുകൾ ഗതി പിടിച്ചത്. കാരണം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ കൂത്താടി, അതായത് മലിനജലത്തിലെ കൂത്താടി ഉണ്ടാവും. അതുപോലെ ദാരിദ്ര്യവും പട്ടിണിയും ഭയപ്പാടും പ്രതികരണ ശേഷിയും ഇല്ലാത്ത ഒരു സമൂഹത്തിൽ മാത്രമേ CPM അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്ന പഴകിയ പ്രത്യയശാസ്ത്രത്തിന് നിലനിൽപ്പുള്ളൂ. എന്തായാലും ഇതൊരു ഇത്തരം വീഴ്ചകൾ, അതായത് ഈ ഉമാ തോമസിന് സംഭവിച്ച ഒരു വീഴ്ച, അതൊന്നും ഒരു വിഷയമേ അല്ല. ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞവരെ ന്യായീകരിക്കും. കാരണം ഒറ്റപ്പെട്ട സംഭവമാണ്. ഉമാ തോമസ് ആദ്യമായിട്ടാണ് ഇതുപോലുള്ള സ്ഥലത്ത് നിന്ന് വീഴുന്നത്. അത് ഒറ്റപ്പെട്ട സംഭവമാണ് കമ്മികളെ സംബന്ധിച്ച്. അതുകൊണ്ട് ഇവിടെ എന്തും നടക്കും. അങ്ങനെ ഒരു നാടായി അധപതിച്ചിരിക്കുകയാണ് ദൈവത്തിന്റെ സ്വന്തം. ഇപ്പം മുമ്പൊക്കെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് നമ്മൾ പലപ്പോഴും പറയും. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ ഇടയായി, കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങളായി ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് നമ്മുടെ നാടിനെ ഏതെങ്കിലും പത്രമാധ്യമങ്ങളോ അല്ലെങ്കിൽ വാരികകളോ മാധ്യമങ്ങളോ എന്തെങ്കിലും വിശേഷിപ്പിക്കുന്നത്? മുമ്പൊക്കെ വളരെ ഒരുപാട് തവണ എന്നൊക്കെ വിശേഷിപ്പിക്കുമായിരുന്നു. ഇപ്പൊ ആരും പറയുന്നില്ല, കാരണം എല്ലാവരുടെയും ആരെങ്കിലും ഒരു പേന എടുത്താൽ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറഞ്ഞ് എഴുതാൻ പേന എടുത്താൽ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവന്റെ മനസ്സിൽ ഇത് ദൈവത്തിന്റെ സ്വന്തം നാടല്ല, ഇത് ചെകുത്താന്റെ നാടാണ് എന്നുള്ളൊരു ബോധം വരും. എന്തിന് ഞാനിത് എഴുതണം എന്നൊരു ചിന്ത അവന് തന്നെ ഉണ്ടാവും. ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഈ ഇടയായിട്ട് പഴയതുപോലെ പ്രചാരത്തിലുണ്ടോ ഈ പറയുന്ന ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പ്രയോഗം? ചിന്തിച്ചു നോക്ക്. ഇത് കൂടുതൽ എന്ത് പറയാൻ?